അന്ന് രാത്രി എല്ലാവരും അവരുടെ കൂടാരങ്ങളിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴും ആര്യാക്ഷൻ ജാഗ്രതയിലായിരുന്നു. അദ്ദേഹം തൻ്റെ പകുതി സൈനികരോട് ആ രാത്രി ഉറങ്ങാതെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇന്ന് ഈ രാത്രി തങ്ങൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. എന്തെന്നാൽ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ സൈനികർ ഈ പകൽ മുഴുവൻ ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും സേതാഗിരി പ്രതികരിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനോ ആക്രമണത്തിനോ അവർ തയ്യാറായിട്ടില്ല. അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ രാത്രി ഒരു പ്രത്യാക്രമണം നടത്തുക എന്നത് തന്നെയായിരിക്കും. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ആക്രമണം നടത്തിയാൽ നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വേഗം തന്നെ തൻ്റെ സൈനികരെ കീഴടക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതിനാലാണ് ആര്യാക്ഷൻ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അദ്ദേഹം വിചാരിക്കുന്നത് പോലെ രാത്രിയുടെ വേളയിൽ എപ്പോഴെങ്കിലും സേതാഗിരിയുടെ സൈനികർ തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയാൽ തിരിച്ച് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ട് ആര്യാക്ഷനും അദ്ദേഹത്തിൻ്റെ സേനയ്ക്കും. അതിനുവേണ്ട എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടാണ് ഇവരുടെ കൂടാരങ്ങളിൽ ഇരിക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ ആര്യാക്ഷൻ്റെ കൂടാരങ്ങളെല്ലാം നിശബ്ദമാണ്. ഇരുട്ടടച്ച് കിടക്കുകയാണ്. സൈനികരെല്ലാവരും ഗാഠനിദ്രയിലാണെന്നേ സേതാഗിരിയിലുള്ളവർക്ക് തോന്നുകയുള്ളൂ. എന്നാൽ അങ്ങനെ വിചാരിച്ച് ഒരാക്രമണത്തിന് മുതിർന്നാൽ സേതാഗിരിയുടെ സൈനികർ പിന്നെ ബാക്കിയുണ്ടാവുകയില്ല.